ജയറാം ജഗതി ഇന്ദ്രൻസ് കൂട്ടുകെട്ടിൽ CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. ஏன் சார் அப்படி பாக்குறீங்க? ഭൂതം ഭാവി വർത്തമാനം കിളിജോത്സ്യം. അകത്തേക്ക് പോണോ? ആമാ, എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കര, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും. പോ. അയ്യ, അങ്ങനെ പോകാൻ വന്നല്ല. കാശു മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ. മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയപ്പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? CID ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി പട്ടി. ഒരു CIDക്ക് മറ്റൊരു CID പാരയായി നിന്നൂടാ. മാറിക്കടാ, ഇറങ്ങി പോടാ. പോടാ പോടാ. എന്താ അമ്മച്ചാ അവിടെ ഒരു ബഹളം? ഒരു വ്യാജ കിളിജോത്സിനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് മട്ടിപ്പൊന്നും അല്ലമ്മ. ഇന്താള് പോയി சொல்றேன். ഭൂതം ഭാവി വർത്തമാനം എല്ലാം കണിശമായി சொல்றேன். ഉമ്മച്ചാ, അയാളെ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞ? വരട്ടുമാ. അതിനാലെ ഒരു അപകടം ഇന്ത വീട്ടിലെ നടക്കപ്പോകുത്. ഒരു നാളായില്ലേ? എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്ക കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്ക പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ ഇന്ത വീട്ടുക്കുള്ളത്താ ഇருக்கு. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ റാസ്കായിരുന്നു. ഞാൻ പോലീസിനെ വിളിക്കാം. ഞാൻ വിളിക്കാം. CID ഉണ്ണികൃഷ്ണന്റെ പാര വെക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ കേട്ടോ? അതെ, CID ഉമയനുള്ളൂർ ഉമ്മൻകോശിക്കോ അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികൊള്ളുന്ന ആദ്യത്തെ CID നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ട് താച്ചട്ടെ. പേടി വിട്, അല്ലെങ്കിൽ നീയൊക്കെ CID മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻകോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഒട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം CID ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത് കയ്യക്ഷരെങ്കിലും നന്നാകട്ടെ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? CID ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞു കാണുമോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ CID ഉണ്ണികൃഷ്ണൻ ഒരു പാര പണിയണം. രണ്ട് CIDമാരെ തമ്മി തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, CID ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് CID ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ പുല്ലി. എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി,
നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഇരണിയിൽ ചിന്നപ്പ. ഇത്രേ പറഞ്ഞോളൂ സാർ. അങ്ങനെയാണല്ലേ? നാ, പൊയ്ക്കോ, മെടുക്ക്. കപ്പലേണ്ടി കപ്പലേണ്ടി. സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന ഒരു പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ച് കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംകിട തെലുങ്ക് സിയടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അധമതിക്കുന്നതിന്റെ എടാ പട്ടി, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ? അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോ ഓഹരി എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി, സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ MAML-കാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഇരുവർക്കും സർവനാശം ഭവന്തു. ഏലം. അരുന്ധതി നായർ, 23-ാം തീയതി 22 വയസ്സ് തികയും. ചൊവ്വാദോഷം, എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേയുടെ അന്നാകട്ടെ. അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ. അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം. ഇരണിയിൽ ചിന്നപ്പ. ഇരണിയിൽ ചിന്നപ്പ. അനന്തപത്മനാഭൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി ഉണർന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്. വണ്ടി അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കും. ரொம்ப സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. ரொம்ப സന്തോഷം. തറവേല കാണിക്കുകയാണെങ്കിൽ തലേ ദിവസം പറയണം. എന്ത് പറ്റി സാറേ? ഇതേ വേഷം മറ്റവന്മാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞോടൂ? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊടുത്തതല്ല. സാർ ഇവിടെ വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത് അവന്മാര് കണ്ടു. എന്റെ ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത പുളിച്ച തെറിയാ ഉമ്മച്ചൻ സാർ എന്നെ പറഞ്ഞ്. മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ 6-ാം വാരിയെല്ലാം ഊരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത്. പുതിയ വേഷം വല്ലതും വേണം. പുതിയ വേഷം? നിന്റെ ആത്മധൈര്യമില്ലാത്ത അലവലാതി. നിന്റെ കടയിൽ നിന്നുള്ള സാധനം എടുപ്പ് ഇതോടെ പടകുഞ്ചു. സാർ, കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. അകത്തേക്ക് വാ. അയ്യോ, എന്ത് ചെയ്യാൻ പോണു? ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാർ അറിഞ്ഞ് എനിക്ക് നാണക്കേടാ. എന്നെ വിടൂ, ഞാൻ പോട്ടെ. ഡോണ്ട് ടോക്ക് റബിഷ്. അയ്യോ, ഇരണിയൽ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് പാടിയവരെ ഉമ്മച്ചൻ അറിയാമോ? ഇല്ല. അതിലൊരാൾക്ക് ഉമ്മച്ചന്റെ ചായ ഉണ്ടായിരുന്നു. ചിലപ്പോ കാണും. എന്റെ അപ്പച്ചന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്ന് അമ്മച്ചി കൂടെ പറയാറുണ്ട്. നാട്ടുകാരും പറയാറുണ്ട്. അത് ഉമ്മച്ചനാണോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏയ് ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഉമ്മച്ചനെ നിന്നേ. അയ്യോ, ഇതാരുടെ? ഇതെവിടെ നീട്ടി? ഉമ്മച്ചന്റെ മുറിന്ന്. ഇനി ഒന്നും ഒളിക്കണ്ട. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനാ ഇന്നലെ വേഷം മാറി വന്നത്? അത്
എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട, എല്ലാം ഞാൻ പറയാം. എന്തിനായിരിക്കും അരുന്ധതി കാണണമെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂടാ. കള്ളി വിളിച്ചതായ കാര്യം യവന്മാരിപ്പോ അറിയണ്ട. അരുന്ധതി വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണുമ്പിള്ളി അടിച്ചിറക്കി എരുമച്ചാണോ കളിക്കണം. അതെങ്ങനെയാ ചാണകം തെളിക്കുന്നേ? അവിടെ മുഴുവൻ മാർബിളല്ലേ?